ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞിട്ടും മാറ്റമില്ലാതെ രാജ്യത്തെ ഇന്ധനവില. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $70 താഴെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത്രയും വില കുറയുന്നത് ആദ്യമാണ്. എന്നാൽ നേരത്തെ ഉണ്ടായ നഷ്ടം നികത്തേണ്ടതുണ്ടെന്ന നിലപാടിലാണ് എണ്ണ കമ്പനികൾ. അതിനാൽ പെട്രോൾ, ഡീസൽ വിലയിൽ ഉടനടി കുറവുണ്ടായേക്കില്ല. അസംസ്കൃത എണ്ണ വിലയിൽ കുറവുണ്ടായിട്ടും രാജ്യത്തെ ഇന്ധനവില കുറയാത്തതിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. BJP ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും നികുതി പിരിക്കാനുള്ള ഉപാധിയായി മാത്രം സർക്കാരിന് ജനങ്ങൾ മാറിയെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തിയിരുന്നു. ആഗോള എണ്ണവില കുറഞ്ഞിട്ടും രാജ്യത്തെ ഇന്ധനവില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? വില കുറയ്ക്കാത്തതിന് പിന്നിൽ കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമെന്ന ആരോപണം ശരിയാണോ? കാണാം ആർദി എക്സ്ട്രാ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അവസാനമുണ്ടാകുന്നുവെന്ന സൂചന നൽകി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളുടെ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞത്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആഗോള ക്രൂഡ് ഓയിൽ വിലയിൽ ഇത്രയധികം വിലയിടിവുണ്ടാകുന്നത് ഇതാദ്യമാണ് എന്നതാണ് പ്രത്യേകത. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ബാരലിന് $113 മുതൽ $125 വരെ എത്തിയ ക്രൂഡ് ഓയിൽ വിലയാണ് നിലവിൽ $70 താഴേക്ക് എത്തിയിരിക്കുന്നത്. സംഘർഷം തുടങ്ങുന്നതിന് മുൻപ് ഇത് $71 ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ആഗോള ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വ്യത്യാസമുണ്ടാകുമ്പോഴും അത് രാജ്യത്തെ ഇന്ധനവിലയിൽ മാറ്റങ്ങൾ വരുത്തില്ലെന്നാണ് സൂചന. ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചപ്പോൾ തങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താനായിരിക്കും നിലവിലെ അവസ്ഥയെ എണ്ണ കമ്പനികൾ ഉപയോഗിക്കുക എന്നാണ് വിവരം. അസംസ്കൃത എണ്ണയുടെ വില കുറയുമ്പോൾ ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറാവാത്ത കേന്ദ്ര സർക്കാർ നടപടി എണ്ണ കമ്പനികൾക്ക് കൊള്ളലാഭം നേടിക്കൊടുക്കാനാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ദീർഘകാലമായുള്ള ആരോപണം. RD Extra ന്യൂസ് മലയാളം. ഇന്ധനവിലയുടെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം രാജ്യത്ത് 4 തവണയാണ് ഇന്ധനവില വർദ്ധിച്ചത്. മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്ന ശേഷമായിരുന്നു വില വർധനയെല്ലാം. മെയ് 15-നായിരുന്നു ആദ്യ വില വർധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് $3.27 അന്ന് വർദ്ധിപ്പിച്ചത്. തുടർന്ന് മെയ് 19-നും 23-നും പെട്രോളിന് 87 പൈസ വീതവും ഡീസലിന് 91 പൈസ വീതവും വർദ്ധിപ്പിച്ചു. മെയ് 25-ന് പെട്രോളിന് $2.61 ഡീസലിന് $2.71 വർദ്ധിപ്പിച്ചു. മെയ് 25-ന് വില വർദ്ധിക്കുമ്പോൾ ആഗോള ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ചില രാജ്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ വില കുറയ്ക്കാനും തയ്യാറായിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയതോടെ വിവിധ രാജ്യങ്ങൾ ഇന്ധനവില കുറച്ചു. UAE-ൽ വിവിധ ഇന്ധനങ്ങളുടെ വില 0.55 മുതൽ 0.73 ദിർഹം വരെ കുറഞ്ഞു. സൗത്ത് കൊറിയ പെട്രോളിനും ഡീസലിനും 150 ദക്ഷിണ കൊറിയൻ വോൺ കുറച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഇന്ധനവില ലിറ്ററിന് 2 ദക്ഷിണാഫ്രിക്കൻ റാൻഡ് കുറച്ചു. ഇന്ധനവില കുറയ്ക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എണ്ണ കമ്പനികൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ഇന്ധനവില $2.5 എങ്കിലും കുറയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുമൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇന്ധന വില വർധന എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ യുദ്ധമൊക്കെ വല്ലാതെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എങ്ങും നിൽക്കാതെ പോകും എന്നൊക്കെ തന്നെയായിരുന്നു. $118 ബാരലിന് എന്നൊക്കെ $1 ബാരലിന് എന്നൊക്കെയുള്ള സ്ഥിതിയിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് ഇവിടുത്തെ ഇന്ധനവില വർദ്ധിക്കുമെന്നും ഒക്കെ കരുതിയിരുന്നിടത്തു നിന്നാണ് ഒരു താൽക്കാലിക സമാധാന കരാറിലേക്ക് അവിടെ ഇറാൻ എത്തിച്ചേരുന്നത്. പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കപ്പെടുന്നു. ഒരു ഫിയർ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തും ഇന്ധനവിലയുടെ കാര്യത്തിൽ ഈ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയുമായി ബന്ധപ്പെടുത്തിയല്ല നമ്മളുടെ രാജ്യത്ത് എണ്ണവില ഇതുവരെ നിർണ്ണയിക്കപ്പെട്ടു പോന്നിട്ടുള്ളതെന്നാണ് പൊതുവെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ആ മട്ടിൽ തന്നെ കാര്യങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂട്ടിയത് കുറയ്ക്കുന്ന സ്ഥിതി കാണുന്നില്ല. അതിലൊരു വ്യത്യാസവും ഇല്ല. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. ഇത് കാലങ്ങളായി ഇങ്ങനെ തന്നെ തുടരുകയാണ്. എപ്പോൾ മുതൽ വില നിയന്ത്രണാധികാരം എണ്ണ കമ്പനികൾക്ക് കൊടുത്തത് മുതൽ തന്നെ ഇതിങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഈ മലയാളികളുടെ നമ്മുടെ ഭാഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണ കമ്പനികളോടാണ് അത് ചോദിക്കേണ്ടത്. ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ എന്ന് നമ്മളിങ്ങനെ പറയുമല്ലോ. അതെന്ന് വെച്ചാൽ എന്താ, ആഗോള സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ ഇവർ ഇവിടെ നിന്ന് കൂട്ടും. അപ്പോൾ അതിനൊരു ന്യായീകരണമുണ്ട്. അവിടെ വില കൂടുതലാണ്, നമുക്ക് നഷ്ടം സഹിക്കാൻ പറ്റില്ല. മറ്റൊന്ന്, എന്നാൽ അവിടെ എണ്ണവില കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ കുറയില്ല, ഇവിടെ അതുപോലെ തന്നെ നിൽക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക്. ഇത് എല്ലാവർക്കും എല്ലാ കാലത്തും നിരീക്ഷിച്ചു കഴിഞ്ഞാലും പെട്രോൾ അടിക്കുന്നവർക്ക് ഇത് എന്താ ഇങ്ങനെ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, അതായത് ആഗോളതലത്തിൽ എണ്ണവില കുറയുന്ന സമയത്ത് ഇവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ
വില അവിടെ കൂടുന്ന സമയത്ത് ഇവിടുത്തെ വില ഉയരാതെ പിടിച്ചു നിർത്തിയിട്ടോ ഉണ്ടെങ്കിൽ അത് ഉറപ്പായാലും ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യമായിരിക്കും. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തിരഞ്ഞെടുപ്പുകളുണ്ടാവും. അതുമാത്രമാണ് ഈ വിഷയത്തിൽ ഒരു സുരക്ഷിത കാലയളവ് എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ അറിവ്. അല്ലാത്ത പക്ഷം എല്ലാ സമയത്തും ഇത് കൂടിയിട്ടുണ്ട്. ഇത് വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞ പോലെയാണ്. 2011 മൻമോഹൻ സർക്കാരിൻ്റെ കാലത്താണ്, രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണ് ഈ എണ്ണ വിലയുടെ നിയന്ത്രണാധികാരം ഈ എണ്ണ കമ്പനികൾക്ക് കൊടുക്കുന്നത്. അന്നുള്ള പ്രധാന വാഗ്ദാനം എന്നുള്ളത് ആഗോളതലത്തിൽ എണ്ണവില കുറയുമ്പോൾ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് അപ്പോൾ കൈമാറാൻ പറ്റും, അപ്പോൾ കൈമാറാനാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വില നിയന്ത്രണാധികാരം ഇവർക്ക് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ഓർക്കണം ആ കാര്യം എന്നുള്ളത്. എന്നിട്ടോ അത് അന്ന് പറഞ്ഞതല്ലാതെ പിന്നെ അങ്ങനെ ഒരു കാര്യമേ ജനങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ട കാര്യം. അത് ഞാൻ നേരത്തെ ആ സാഹചര്യത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കാലമായിരിക്കും എന്നുള്ളതും കൂടി ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇതിനെ എലാബറേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഇളവുകളാണ് മോദി സർക്കാർ വന്നതിന് ശേഷം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്നിട്ട് വില നിർണ്ണയത്തിൽ സത്യത്തിൽ കേന്ദ്ര നികുതിയും കേന്ദ്രം മാത്രമല്ല സംസ്ഥാന നികുതിയും ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കാരണം പെട്രോൾ ഡീസൽ വിലയിലെ പ്രധാന പങ്കും ഏറിയ പങ്കും ഈ കേന്ദ്ര സംസ്ഥാന നികുതികളാണല്ലോ. ഈ എക്സൈസ് തീരുവ, അത് എക്സൈസ് ഡ്യൂട്ടി ആണെങ്കിൽ ഇത് കൂട്ടിക്കൊണ്ട് ഈ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് സാധാരണഗതിയിൽ കേന്ദ്രം ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മോദി സർക്കാരിൻ്റെ കാലം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ 6 വർഷം ആഗോളതലത്തിൽ എണ്ണവില കുറയുകയായിരുന്നു. പക്ഷേ 10 തവണയാണ് എക്സൈസ് തീരുവ ഉയർത്തിയത്. 10 തവണ 6 വർഷം ഇത് കുറയുകയായിരുന്നു. അതിൽ ഒരു പ്രത്യേക ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മോദി സർക്കാരിൻ്റേത് മാത്രമല്ല 2013 ഒരു ക്രൂഡ് ഓയിൽ വില, ഇതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 2013 ഈ ക്രൂഡ് ഓയിൽ വില ആഗോളതലത്തിൽ 125 രൂപയായിരുന്നു. അന്ന് ഇന്ത്യയിൽ എണ്ണവില 75 രൂപ. പക്ഷേ അതിനുശേഷം ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ ആഗോള വില 70 രൂപ അല്ലേ ക്രൂഡ് ഓയിൽ ബാരലിന്. ഇവിടുത്തെ എണ്ണവില എത്രയാണ്? 115, 114 മാറി വരുന്നു. ചിലപ്പോൾ കൊച്ചിയിൽ ഇങ്ങനെ, തിരുവനന്തപുരത്ത് അങ്ങനെ. എന്തായാലും 115 രൂപയാണ്. ഇതിൻ്റെ അന്തരം നോക്കൂ. ആ വർഷം 125 ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയുണ്ടായിട്ടും അന്ന് 75 രൂപയാണ് ഇന്ത്യയിൽ എണ്ണവില ഉണ്ടായിരുന്നത്. ഈ ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേനും ഇത്രയും ഇല്ല ക്രൂഡ് ഓയിൽ വില, 70 രൂപയേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് 115 രൂപ കൂടുന്നു എന്നുള്ളത് പറയുമ്പോൾ നമുക്കിതിൽ സത്യത്തിലൊരു അദൃശ്യകരം കേന്ദ്ര സർക്കാരിന് ഇവിടെ ഉണ്ട്. എണ്ണവില നിയന്ത്രണാധികാരം അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇവർക്കിത് നിയന്ത്രിച്ച് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് മറ്റു ചില ഇവർക്കിതിൽ എണ്ണ കമ്പനികളുടെ തലയിലിട്ട് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റുകയില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരൊരിക്കലും ഇത് ഇപ്പോൾ നമ്മുടെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വന്നത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രത്യേക ഇന്ധന സെസ് എടുത്തു മാറ്റും എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അത്തരം മണ്ടത്തരം ഞാൻ കാണിക്കില്ല എന്നുള്ളതാണ്. അതേ നിലപാടിൽ കുറച്ചുകൂടെ കടന്നപടിയാണ് കേന്ദ്രം ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് എനിക്ക് എന്തായാലും മനസ്സിലായിട്ടുള്ളത്. ഞാൻ ഈ ഒരു സാധാരണ ഒരു കണക്ക് നോക്കിയത്, അതായത് ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ എണ്ണ കമ്പനികളായ IOCL, BPCL, HPCL എന്നിവയുടെ ഏറ്റവും പുതിയ സാമ്പത്തിക കണക്കുകൾ പ്രകാരം 2025-26 സാമ്പത്തിക വർഷം അവരുടെ ആകെ മൊത്ത ലാഭം 77,821 കോടി രൂപയാണ്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 77,000 കോടി. ഇത് ഇങ്ങനെ എത്ര വർഷം ഇവിടെ കടന്നു പോകുന്നു? ഇതിൽ ഏറെയും കുറച്ചുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് 801 കോടിയായിരുന്നു നോക്കുമ്പോൾ. അതിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ 3 മാസമാണ് നിലവിൽ 3 മാസത്തോളം അല്ലേ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇവർക്കൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന് മുകളിലുണ്ടായിരിക്കും. ഒരു ഏകദേശ കണക്കനുസരിച്ച് 40,000 കോടി 35,000 കോടിയുടെയൊക്കെ നഷ്ടം ഇവർക്ക് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും എത്രയോ വർഷമായി ഇത്രയും ലാഭം കൊയ്യുന്നു എന്നുള്ളതാണ്. ഇതിനോടടുത്തോ നിൽക്കുന്ന ലാഭം കൊയ്യുന്നു. എന്തായാലും ഇതിലൊരു നഷ്ടക്കണക്കില്ല. പിന്നെ ഈ സ്വകാര്യ എണ്ണ കമ്പനികളുടെ കാര്യം ഞാൻ നോക്കിയിട്ടില്ല. അത് ഇതിനേക്കാൾ, കാരണം ഇവിടെ അല്ല അവർ എണ്ണ വിറ്റഴിക്കുന്നത്, അവർ നല്ലപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടിയാണ്. ഈ നയാര ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ അവരുള്ളത്. അപ്പോൾ അവരവരുടെ ലാഭം എപ്പോഴും കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. ഇത് പൊതുമേഖല എണ്ണ കമ്പനികളുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇത്രയും ലാഭം അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷം കേവലം 3 മാസം നീണ്ടു എന്നൊരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊടിയ നഷ്ടമാണ്, ഇത്
നികത്തണം. ഇത് നികത്തുവാൻ വേണ്ടി ഈ ബാധ്യത ജനങ്ങൾ അനുഭവിച്ചേ ഇത് മതിയാവുകയുള്ളൂ. അപ്പോൾ അത് കേന്ദ്രവും കൂടെ ശരിവെക്കുന്ന ഒരു കാര്യമാണ്. അത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലയാണ്, അത് ഇതുപോലെയുള്ള കുത്തകളെ സഹായിക്കുന്ന നിലയാണ്, അതൊരിക്കലും സാധാരണക്കാരനെ സഹായിക്കുന്ന നിലയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവൻ്റെ സമസ്ത മേഖലയിലും ഈ എണ്ണ വില വർധനവ് അവനെ ബാധിച്ചു എന്നുള്ളതാണ്. അവരുടെ അടുക്കള വരെ അത് എത്തി എന്നുള്ളതാണ്. ഗ്യാസ് ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണ സാധനത്തിന് വില കൂടുന്നു, ഒരു ചായക്ക് വില കൂടുന്നു. ഇത് നമ്മൾ വിചാരിക്കുന്ന ഗ്രാവിറ്റിയിലുള്ള കാര്യമല്ല. അപ്പോൾ അത് കാണാതെ പോകുന്നത് എന്ത് എന്നുള്ളതാണ്. ഇത്തരമൊരു ആക്ഷേപം കാലങ്ങളായി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭരണപക്ഷത്ത് ആര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതൊരു കുറ്റകരമായ കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആത്യന്തികമായി ഇവരൊക്കെ ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ, അത് ജനങ്ങൾക്കാവണം. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇവരൊക്കെ. അത് അവർ മറക്കുന്നു. ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരിങ്ങനെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവിടെയുള്ള ആബാലവൃദ്ധൻ ജനങ്ങളെ തള്ളിവിടരുത് എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിൽ ഇനിയെങ്കിലും ഈ നയത്തിന്, ഈ രീതിക്ക് ഒരു മാറ്റമുണ്ടാകണം. അത് കേവലം വോട്ട് ബാങ്കിന് വേണ്ടിയോ വോട്ട് നേടുവാൻ വേണ്ടിയോ മാത്രം ഈ കാര്യം കൂടെ കരുവാക്കുന്നത് ഒട്ടും അഭിലഷണീയമായ ഒരു കാര്യമല്ല. അതിൽ ഇനിയെങ്കിലും മാറ്റം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. വിചാരിക്കാം, പക്ഷേ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് ഈ പറയുന്ന ഇന്ത്യയിൽ ഇപ്പോൾ പെട്രോൾ ഡീസൽ വിലയാണല്ലോ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന സംഗതി. അപ്പോൾ അത് നോക്കുമ്പോൾ ഇത് ദിവസേന ഈ ആവറേജ് അനുസരിച്ച് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നമുക്ക് ഉള്ളത്. പക്ഷേ ഈ അണ്ടർ റിക്കവറി ഒക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയമെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമായി അവർ പറയുന്നത്. ആ രീതി തുടരുന്ന കാലത്തോളം ഇങ്ങനെ തന്നെയായിരിക്കും നിൽക്കുക. തൽക്കാലം അതിനകത്തു നിന്നുള്ള ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന US ഡോളറുമായിട്ടുള്ള നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റ് അതിനകത്തൊരു ഘടകമായി വരും. ഇത്തരം പല ഘടകങ്ങൾ വരുമല്ലോ. അതുപോലെ ഈ ടാക്സസ്, നിലവിൽ ഈ എക്സൈസ് ഡ്യൂട്ടിയും സ്റ്റേറ്റ് വാറ്റും ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറവിനെ കുറിച്ചുള്ള ആലോചന ഇല്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായി കമ്പനികൾ ഇതിനകത്ത് എന്ത് കുറവ് വരുത്തുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പിന്നെ ഈ പറഞ്ഞ വിലക്കുറഞ്ഞ ക്രൂഡ് ഇന്ത്യയിലെത്താൻ കുറച്ചുകൂടി കൂടുതൽ സമയമെടുക്കും എന്നുള്ളൊരു പ്രശ്നം പൊതുവെ പറയുന്നുണ്ട്. അപ്പോൾ അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നമ്മളിപ്പോൾ ഇടക്കാലത്ത് അത് വളരെ കുറച്ചായിരുന്നു. പക്ഷേ ഈ സംഘർഷ സാഹചര്യത്തിൽ വീണ്ടും വളരെ ശക്തമായി നമ്മൾ സജീവമായി ഇറക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആ എണ്ണ വരുന്നുണ്ട്. എണ്ണ വരാത്ത ഒരു സ്ഥിതിയൊന്നും അങ്ങനെ പൂർണ്ണമായിട്ട് ഇവിടെ ഇല്ല. പക്ഷേ ആ കാര്യത്തിൽ ഒരു പരിഹാരം ഉടനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇന്ത്യയിലെ എണ്ണവിലയുടെ ഒരു സ്വഭാവം എന്ന് തന്നെ വേണം കരുതാൻ. ലോകരാജ്യങ്ങളെ ആകെ പ്രതികൂലമായി ബാധിച്ച ഒന്നായിരുന്നു പശ്ചിമേഷ്യൻ സംഘർഷം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ധന ചരക്ക് നീക്കം നടന്നിരുന്ന ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങളാണ് നേരിട്ട് പങ്കാളികളായില്ലെങ്കിലും നമ്മളെ ഓരോരുത്തരെയും യുദ്ധക്കെടുതിയിലേക്ക് തള്ളിവിട്ടത്. എന്നാൽ ഇന്ന് സംഘർഷത്തിന് അയവ് വരികയാണെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിന് പിന്നാലെ ഒരു ഘട്ടത്തിൽ റെക്കോർഡ് നിരക്കിലേക്ക് കുതിച്ചു കയറുന്ന ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവുണ്ടായത്. എന്നാൽ ഈ ഇടിവ് നമ്മുടെ രാജ്യത്ത് ആ മട്ടിൽ അനുഭവവേദ്യമായിട്ടില്ല. നമ്മളുടെ ഇന്ധന വിലയിൽ കഴിഞ്ഞ മാസം അവസാനത്തോടെ ക്രൂഡ് ഓയിൽ വിലയിൽ കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയിരുന്നെങ്കിലും അന്നും രാജ്യത്തെ എണ്ണ കമ്പനികൾ ഇന്ധനവില കൂട്ടുന്ന സ്ഥിതി തന്നെയാണ് നമ്മൾ കണ്ടത്. അതായത് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോഴും ഇവിടെ ഇന്ധനവില കൂടുകയാണ് എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. ഇന്ന് ആഗോള എണ്ണവില സംഘർഷത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കുറയുമ്പോഴും നഷ്ടം നികത്തണമെന്ന പഴയ പല്ലവി തുടരുകയാണ് എണ്ണ കമ്പനികൾ. പാചകവാതക വിലയിലും സമാനമാണ് സാഹചര്യം. എണ്ണ കമ്പനികൾക്ക് കൊള്ളലാഭം കൊയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ തയ്യാറായിക്കൂടാ. ആഗോള പ്രതിസന്ധികൾ അറിയുമ്പോഴും രാജ്യത്തെ ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരിടവേളയിലേക്ക്.